എല്ലാവർക്കും നമസ്കാരം. അക്കാദമിയുടെ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സാഹചര്യം എല്ലാവർക്കും അറിയാം. സ്ഥാപനത്തിൽ വന്ന് പഠിക്കാൻ പറ്റിയൊരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ഓൺലൈനിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സാണ്. അതിൽ കെമിസ്ട്രിയിലെ 16 ചാപ്റ്റേഴ്സാണ് മൊത്തം ഈ വർഷം പഠിക്കാനുള്ളത്. അതിൽ ആദ്യ ചാപ്റ്ററാണ് ദ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഗേഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചും ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ +1 ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഈ വർഷം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ സോളിഡിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കാനുള്ളത് സോളിഡ് സ്റ്റേറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് എല്ലാ കാര്യവും അറിയാം. സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ക്ലോസ് പാക്കിംഗ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്, പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല, അപ്പം ഡിസ്റ്റൻസ് കുറവാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സോളിഡ്സ് ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പോകും. അപ്പം അതിൻ്റെ ആദ്യ ഭാഗമാണ് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം. സോളിഡ്സ് നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസ് 1 into 2. ഫസ്റ്റ് വൺ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും, സെക്കൻഡ് വൺ ഈസ് കോൾഡ് അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. അപ്പം എക്സാമ്പിൾ മനസ്സിലാക്കി. ക്രിസ്റ്റലിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുന്ന ഡയമണ്ട് അല്ലെങ്കിൽ NaCl ക്രിസ്റ്റൽ, സോഡിയം ക്ലോറൈഡ്. അമോർഫസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഗ്ലാസ് പറയാം, അതുപോലെ റബ്ബർ പറയാൻ പറ്റും. അപ്പൊ ഈ എക്സാമ്പിൾ കൂടി മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചു പോകാൻ. ഓക്കെ, അപ്പൊ എന്താണ് ക്രിസ്റ്റലൈനും എന്താണ് അമോർഫസ്? നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മുഴുവൻ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. അമോർഫസ് എന്ന് പറയുന്നത് നോ ഫോം എന്ന മീനിങ്ങിലാണ്. അതായത് പ്രത്യേകിച്ച് ഫോം നമുക്ക് ആ സോളിഡ്സിൽ പറയാൻ പറ്റില്ല. അപ്പൊ ഗ്ലാസിന്റെ കേസ് ആണെങ്കിലും റബ്ബറിന്റെ കേസാണ്, നമുക്ക് രണ്ടിനെയും കണക്ട് ചെയ്ത് മാറ്റാൻ കഴിയും. അപ്പം അത്തരം സോളിഡ്സ് ആണ് അമോർഫസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രൂപത്തിലേക്കുള്ളത്, ഷേപ്പ് പറയാൻ പറ്റുന്നത്, അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലേക്ക് എക്സാമ്പിൾ ഡയമണ്ട് അല്ലെങ്കിൽ NaCl എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഷേപ്പിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. ഓർക്കുക, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട് ആർക്ക്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ചുരുക്കാൻ എഴുതുന്നത് അതിനുള്ള സമയം നമുക്ക് ഉള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. കാരണം പാർട്ടിക്കിൾസ് ഒക്കെ വെൽ പാക്ഡ് ആണ്, അറേഞ്ച്മെന്റ് കറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ജിയോമെട്രിക്കൽ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അമോർഫസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പാണ്. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇറഗുലർ ഷേപ്പ്. ഫസ്റ്റ് പോയിന്റ് ഓർത്തേക്കുക, ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാകും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്, ബട്ട് അമോർഫസ് ആർ ഇറഗുലർ ഇൻ ഷേപ്പ്. സെക്കൻഡ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് വെൽ പാക്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരേ അറേഞ്ച്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. കാരണം വെൽ പാക്ഡ് ആണ്, കാരണം ഓർഡർ അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ചേഞ്ച് സംഭവിക്കില്ല. എന്നാൽ അമോർഫസ് സോളിഡ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് സോളിഡ്സിന്റെ ക്രിസ്റ്റലിനകത്ത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആണ്. അപ്പം എല്ലാ ഭാഗവും ഒരേ ടെമ്പറേച്ചറിലായിരിക്കില്ല മെൽറ്റ് ചെയ്യുന്നത്. therefore നമുക്ക് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറയാൻ പറ്റും. മെൽറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത് ഷാർപ്പ് ഡെഫിനിറ്റ് ആയിട്ടൊരു വാല്യൂ ഉണ്ടാവും മെൽറ്റിംഗ് പോയിന്റിന്.
ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസ്. പക്ഷേ അമോർഫസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് ക്രിസ്റ്റലിനകത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച്മെന്റ് പല രീതിയിലാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ക്ലീവേജ് ആണ്. ക്ലീവേജ് എന്താണ്? ക്ലീവേജ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇപ്പം ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്ത് നമ്മൾ രണ്ട് പീസ് ആക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ട് പീസ് ആക്കുമ്പോൾ ന്യൂലി ഫോം ചെയ്യുന്ന രണ്ട് സർഫസുകൾ, ആ രണ്ട് സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ക്ലീവേജ് ചെയ്താൽ കിട്ടുന്ന ന്യൂലി ഫോംഡ് ആയിട്ടുള്ള സർഫസുകൾ പ്ലെയിൻ ആൻഡ് സ്മൂത്ത് സർഫസുകളായിരിക്കും. എന്നാൽ അതേ സമയത്ത് അമോർഫസിന്റെ കേസിൽ അത് ഇറഗുലർ സർഫസ് ആണ്. അത് ഇറഗുലർലി ആയിരിക്കും. അതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞ വർഷം ഹീറ്റ് ഓഫ് ഫ്യൂഷനൊക്കെ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിനകത്ത്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വാല്യൂ ഡെഫിനിറ്റ് ആണ്. ആ വാല്യൂവിന് മാറ്റം ഇല്ല. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകും ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ. പക്ഷെ അത് അമോർഫസിലേക്ക് പോകുമ്പോഴത്തേക്ക് നോ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഇതിന്റെ വാല്യൂവിന് മാറ്റം ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് ഒരു പുതിയ ടേമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. എന്താണ് ഐസോട്രോപ്പി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു ക്രിസ്റ്റൽ എടുത്ത് വെച്ചു നമ്മൾ, അല്ലെങ്കിൽ സോളിഡിനെ എടുത്ത് വെച്ചു. ആ സോളിഡ്സിനെ നമ്മൾ എല്ലാ ഡയറക്ഷനിൽ നിന്നുകൊണ്ട് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഇപ്പം ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആവാം, അല്ലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആവാം. ഇങ്ങനെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഡയറക്ഷനിൽ നോക്കുമ്പോഴും വാല്യൂസ് സെയിം ആണെങ്കിൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് സെയിം ആണെങ്കിൽ that is called isotropic nature. Same physical properties in all direction എന്നുള്ളതാണ് ഐസോട്രോപ്പി എന്ന് പറയുന്നത്. അതേ സമയത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് സംഭവിക്കുന്ന തരം പ്രോപ്പർട്ടീസ് ആണ് അനൈസോട്രോപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ എവറി ഡിറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഐസോട്രോപിക് നേച്ചർ ആണ്. ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് അനൈസോട്രോപിക് നേച്ചർ ആണ്. അപ്പോൾ അമോർഫസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഐസോട്രോപിക് ആണ്. എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ്സിനകത്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഉണ്ടാകില്ല, സെയിം വാല്യൂ തന്നെ ആയിരിക്കും. സോ ഇറ്റ് ഈസ് കാൾഡ് ഐസോട്രോപിക് ഇൻ നേച്ചർ. എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അനൈസോട്രോപിക് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഡയറക്ഷൻ മാറുമ്പോൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂവിലും ചേഞ്ച് സംഭവിച്ചിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് അനൈസോട്രോപിക് ഇൻ നേച്ചർ. അപ്പം ആ പോയിന്റ് എന്തെങ്കിലും എഴുതിയാൽ മതി, അനൈസോട്രോപിക്. ഇത് നേച്ചറാണ്. ഇതാണ് അഞ്ചാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് നേച്ചറാണ്, സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അറിയപ്പെടുന്നത് ട്രൂ സോളിഡ്സ് എന്നാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ കാൾഡ് ട്രൂ സോളിഡ്സ്. എന്ന് വെച്ചാൽ ഒരു സോളിഡിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ് ക്രിസ്റ്റലൈൻ സോളിഡുകൾ. സോ ദേ ആർ കാൾഡ് ട്രൂ സോളിഡ്സ്. ഇത് അമോർഫസിലേക്ക് വരുമ്പോൾ ദേ ആർ കാൾഡ് സ്യൂഡോ സോളിഡ്സ് or supercooled liquids. സ്യൂഡോ എന്ന വാക്ക് നേരത്തെ കേട്ടുള്ളത് കപടം, കള്ളത്തരം അല്ലേ? സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ അമോർഫസ് സോളിഡ്സ് എക്സ്ട്രാ ഗ്ലാസിന്റെ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കോമ്പൗണ്ടുകൾക്ക് ഈ സോളിഡ്സിൽ മെൽറ്റ് ചെയ്യുമ്പോൾ ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പഠിക്കുന്നപ്പം ഈ പഴയ കെട്ടിടങ്ങളിലേക്ക് ജനൽപ്പാളികൾ നോക്കിയാൽ, ആ ഗ്ലാസ് പാനൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ടോപ്പ് മുകൾ ഭാഗത്ത് തിക്നെസ് കുറവാണ്, പക്ഷേ താഴേക്ക് വാട്ടർ ഇതിലേക്ക് എത്തുമ്പോഴത്തേക്ക് തിക്നെസ് കൂടുതലാണ്. പ്രകാരം ടെമ്പറേച്ചറിനകത്തുണ്ടാകുന്ന വേരിയേഷൻ വെച്ചുകൊണ്ട് ഈ ഗ്ലാസ് മോളിക്യൂൾസ് ഫ്ലോ ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഭാഗമായിട്ടാണ്
ടോപ്പ് കനം കുറഞ്ഞു, തിക്നെസ് കുറഞ്ഞും ബോട്ടം റീജിയൻ തിക്നെസ് കൂടിയും കാണും. അപ്പോൾ ഫ്ലോ ചെയ്യാനുള്ള പാർട്ടിക്കിൾസിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇതിനകത്ത് അമോർഫസ് സോളിഡുകൾ, ആരെപ്പോലെ ലിക്വിഡ്സിനെ പോലെ. സോ ദേ ആർ കോൾഡ് സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ലാസ്റ്റ് പോയി പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ലാസ്റ്റ് പോയി പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് പാർട്ടിക്കിളിനെ ലോങ് റേഞ്ച് ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വലിയ ക്രിസ്റ്റൽ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, സോളിഡ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ക്രമീകരണം സെയിം ഒരുപോലെയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലോങ് റേഞ്ച് ഓർഡർ. അതേ സമയത്ത് അമോർഫസിലേക്ക് വരുമ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. ഷോർട്ട് റേഞ്ച് ഓർഡർ, അതായത് ഒരു ചെറിയ സോളിഡ് ക്രിസ്റ്റലിൽ തന്നെ എന്തായിരിക്കും പാർട്ടിക്കിൾസ് അറേഞ്ച്മെന്റ് മാറി മാറി വരും, പാക്ക് ആയിട്ട് പാക്ക് ചെയ്തിരിക്കും. അപ്പം ഒരു സ്ഥലത്ത് അറേഞ്ച്മെന്റ് തൊട്ടടുത്ത് അറേഞ്ച്മെന്റ് ചേഞ്ച് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് കോൾഡ് ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പൊ ഈ 7 കാര്യങ്ങളാണ് ക്രിസ്റ്റലിന്റെയും അമോർഫസിന്റെയും ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർത്തേക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സ്, സെക്കൻഡ് വൺ ഈസ് അമോർഫസ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഷേപ്പ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ആണ്, അമോർഫസിനത് ഇറഗുലർ ഷേപ്പ് ആണ്. ഈ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ, അത് അമോർഫസിലേക്ക് പോകും. റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് ക്ലീവേജ്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് പ്ലെയിൻ ആൻഡ് സ്മൂത്ത് സർഫസുകളാണ്, പക്ഷെ ഇവിടെ അത് ഇറഗുലർ സർഫസ് ആണ് കിട്ടുന്നത്. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഡെഫിനിറ്റ് ആണ് ക്രിസ്റ്റലിനകത്ത്, നോൺ ഡെഫിനിറ്റ് ആണ് അമോർഫസിൽ. പിന്നെ ഐസോട്രോപിക് ആണ് അമോർഫസ് സോളിഡുകൾ, ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അനൈസോട്രോപിക് ആണ്. നേച്ചർ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ്, അമോർഫസ് എന്ന് പറയുന്നത് സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ്. ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് പോകുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് പാർട്ടിക്കിളിനെ ലോങ് റേഞ്ച് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്നാൽ അമോർഫസിനത് ഷോർട്ട് റേഞ്ച് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അമോർഫസ് സോളിഡിനെ കുറിച്ചില്ല, പകരം ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് നമുക്ക് ഇനി പഠിച്ചു പോകാറുണ്ട്. അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമുക്ക് വീണ്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ മോളിക്കുലർ സോളിഡ്, സെക്കൻഡ് വൺ അയോണിക് സോളിഡ്, തേർഡ് വൺ മെറ്റാലിക് സോളിഡ്, ഫോർത്ത് വൺ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് പറയും. എന്ന് പറയാം മോളിക്കുലർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, the last one is covalent or network solids എന്ന് പറയും. അതിനാണ് ഫസ്റ്റ് പഠിക്കുന്നത് മോളിക്കുലർ സോളിഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ മോളിക്കുലർ സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെയിൻലി മോളിക്യൂൾസ് ആണ്. In molecular solids, the constituent particles are mainly molecules. Okay, first point ആണ്. സെക്കൻഡ്, ഇവിടെ കാണുന്ന മോളിക്കുലർ സോളിഡ്സിനകത്ത് കാണുന്ന ബോണ്ടിങ് ആണ്. അത് പക്ഷെ നമുക്ക് 3 തരത്തിൽ പറയാൻ പറ്റും. അത് വെച്ചുകൊണ്ട് നമുക്ക് മോളിക്കുലർ സോളിഡ്സിനെ വീണ്ടും 3 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് നോൺ പോളാർ, second one is called polar, third one is called hydrogen bond. Non-polar, polar and hydrogen bond. ഇത് മുതലും പാർട്ടിക്കിൾസിന് മാറ്റം ഉണ്ടായാൽ മെയിൻലി മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസും ആകാം, മെയിൻലി മോളിക്യൂൾസ് ആണ്. അടുത്ത നോൺ പോളാർ ആയിട്ടുള്ള മോളിക്കുലർ സോളിഡ്സിനകത്ത് ബോണ്ട് എന്ന് പറയുന്നത് പഠിച്ചതാണ് ഫസ്റ്റ് ഇയറിൽ ഡിസ്പേഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് ആണ്. ഡിസ്പേഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് ആണ് ഇതിനകത്ത് നോൺ പോളാർ. പോളാർ ആകുമ്പോൾ അത് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിട്ട് മാറും.
ഡൈപോൾ ഇന്ററാക്ഷൻ. ഹൈഡ്രജൻ ബോണ്ടിലേക്ക് പോകുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്, അവിടെ എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടായിരിക്കും. ഓർക്കുക, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സിനകത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത് ഡിസ്പേഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് വെച്ചിട്ടാണ്. പോളാർ ആകുമ്പോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ട് ആകുന്നത് ഹൈഡ്രജൻ ബോണ്ടുമായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയാൻ നമുക്ക് ഇവിടെ ആറ്റംസിന്റെ കേസ് പറയുമ്പോൾ ആറ് എന്ന് പറയാൻ പറ്റും നമുക്ക്. അല്ലെ മോളിക്യൂളിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് എന്താ H2 പറയാം, അല്ലെങ്കിൽ I2 പറയാം, എക്സെട്ര. ഇതൊക്കെയാണ് നോൺ പോളാർ ആയിട്ടുള്ളതിന് എക്സാമ്പിൾ. ഓർക്കുക, മറക്കരുത്, ആറ്റം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ആറും പോലുള്ളത് പറയാൻ പറ്റും. മോളിക്യൂൾ വെച്ചിട്ടാണെങ്കിൽ H2, I2, എക്സെട്ര. ഇനി പോളാറിലേക്ക് ആകുമ്പോഴത്തേക്ക് പോളാർ മോളിക്യൂൾസ് ഫസ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? എക്സാമ്പിൾ HCl പറയാം, അല്ലെങ്കിൽ SO2 പറയാം, CO2 പറയാം, എക്സെട്ര. ഇതൊക്കെ വരുന്നത് പോളാർ മോളിക്കുലാർ സോളിഡ്സിലേക്കാണ്. ഹൈഡ്രജൻ ബോണ്ടിലേക്ക് പോകുന്നത് മെയിൻലി H2O സോളിഡ് ആയതുകൊണ്ട് ഐസ് ആണ്. ഐസ് സ്റ്റേറ്റിലേക്ക് പറയും. 3 എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് വരും. ഇത് നമുക്കുള്ളത് ഫിസിക്കൽ നേച്ചർ ആണ്. ഇതിന്റെ ഫിസിക്കൽ നേച്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് നോൺ പോളാർ ആയിട്ടുള്ളത് സോഫ്റ്റ് ആണ്, പോളാർ അതും സോഫ്റ്റ് ആണ്. എന്നാൽ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. മൂന്ന് കാറ്റഗറി, നോൺ പോളാർ ആണെങ്കിലും പോളാർ ആണെങ്കിലും ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിലും മൂന്നും ഇൻസുലേറ്ററുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യില്ല. 3 പേരും ഇൻസുലേറ്റേഴ്സ് ആണ്. ലാസ്റ്റ് കാറ്റഗറി വരുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പം നോൺ പോളാറിന് ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മീൻസ് വെരി ലോ. പോളാറിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ലോ വാല്യൂ, അടുത്തൊരു വാല്യൂ ലോ ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ മോളിക്കുലാർ സോളിഡ്സിന്റെ രീതി പോകുന്നത്. ഓർക്കുക, ക്രിസ്റ്റലൈൻ സോളിഡ്സ് 4 ക്ലാസ് ചെയ്യാൻ പറ്റും. അല്ല, ഫസ്റ്റ് വൺ മോളിക്കുലാർ സോളിഡ്സ് ആണ്. ആ മോളിക്കുലാർ സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. മെയിൻലി മോളിക്യൂൾസ് ആണ്. നമുക്ക് അതിനെ 3 ആയിട്ട് തിരിക്കാൻ പറ്റും. നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ട്. അതിൽ നോൺ പോളാറിനകത്ത് കാണുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ബോണ്ട് എന്ന് പറയുന്നത് ഡിസ്പേഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് ആണ്. പോളാറിലേക്ക് എത്തുമ്പോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആകും. ഹൈഡ്രജൻ ബോണ്ടിലേക്ക് എത്തുമ്പോൾ ഇത് ഹൈഡ്രജൻ ബോണ്ടിലേക്ക് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സാമ്പിൾ ആണ് നമുക്ക് ഇതിനും. നോൺ പോളാറിലേക്ക് വരുമ്പോഴത്തേക്ക് R എന്നുള്ളത് അറ്റം സ്റ്റേറ്റിലേക്ക് പറയുന്നത്, H2 അല്ലെങ്കിൽ I2 എന്നൊക്കെ പറയുന്നത് മോളിക്കുലാർ സ്റ്റേറ്റിലേക്കും. പോളാറിലേക്ക് വരുമ്പോൾ എക്സാമ്പിൾ HCl ഹൈഡ്രജൻ ബോണ്ട് പറയുന്നത്, അതുപോലെ SO2. ലാസ്റ്റ് വൺ ഹൈഡ്രജൻ ബോണ്ട് ആകുമ്പോഴത്തേക്ക് H2O ലിക്വിഡ് സ്റ്റേറ്റ് അല്ല, ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റിലേക്കാണ്. നെക്സ്റ്റ് വൺ ഫിസിക്കൽ പ്രോപ്പർട്ടി വരുമ്പോഴത്തേക്ക് അതായത് ഫസ്റ്റ് വൺ നോൺ പോളാറും അതുപോലെ പോളാർ കാറ്റഗറി സോഫ്റ്റ് ആണ്. പക്ഷെ അതുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. മറ്റൊന്ന് ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. 3 കാറ്റഗറിയും ഇൻസുലേറ്ററുകളാണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവാണ് നോൺ പോളാറിന്. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ആർക്കുണ്ടാവും? പോളാറിനുണ്ടാവും. അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ആർക്ക്? നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് ആയിട്ടുള്ള മോളിക്കുലാർ സോളിഡ്സ്. ഇതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അയോണിക് സോളിഡ്സ് ആണ്. അയോണിക് സോളിഡ്സിനകത്ത് മനസ്സിലാക്കാൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. ഇനി ആ അയോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂളോംബിക് അല്ലെങ്കിൽ അതിനെ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് വിളിക്കും. കൂളോംബിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പൊ അയോണിക് സോളിഡ്സിന്റെ എക്സാമ്പിൾ എല്ലാവരും പറയാം. ഇപ്പം NaCl ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം മഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ പറയുന്നത് അയോണിക് ആണ്.
പഠിച്ചിട്ടുണ്ടോ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പോകുമ്പോഴത്തേക്ക് നോർമലി അയോണിക് സോളിഡ്സ് എന്ന് പറയുന്നത് ഹാർഡാണ്, പക്ഷേ ബ്രിറ്റിൽ. ഹാർഡാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു ഫോഴ്സ് കൊടുത്താലേ നമുക്ക് പൊട്ടിച്ച് മാറ്റാൻ പറ്റും. മീൻസ് ബ്രിറ്റിലാണ്, ഹാർഡ് ആൻഡ് ബ്രിറ്റിൽ. ഓക്കെ. ദെൻ കണ്ടക്ടിവിറ്റി പറയുമ്പോഴത്തേക്ക് സോൾഡ് സ്റ്റേറ്റിൽ അവരെല്ലാം ഇൻസുലേറ്ററുകളാണ്. അയോണിക് സോളിഡ്സ് എല്ലാം സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്ററുകളാണ്. എന്നാൽ അവയുടെ മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് ഫോമിൽ ഇവര് കണ്ടക്ടേഴ്സ് ആണ്. ഓർത്തേക്കുക, solid state they are insulators, but in their molten or aqueous state they are conductors of electricity. The last one melting എന്ന് പറയുന്നു, അത് ഹൈ ആണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി അയോണിക് സോളിഡ്സ്. അവിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന അയോൺസ് ആണ്. അവിടെ അയോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കൂളോംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. എക്സാമ്പിൾ നമ്മൾ പഠിച്ചത് NaCl, MgO എന്ന് പറയുന്ന മോളിക്യൂൾസ് ഒക്കെ അയോണിക് എക്സാമ്പിൾ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ആകുമ്പോൾ ഹാർഡ് ആണ്, പക്ഷേ ബ്രിറ്റിൽ ആണ്. ദെൻ കണ്ടക്ടിവിറ്റി പറയുമ്പോഴത്തേക്ക് സോളിഡ് സ്റ്റേറ്റിൽ ഇൻസുലേറ്ററുകളും മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ എല്ലാവരും കണ്ടക്ടേഴ്സുമാണ്. ദെൻ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോണ്. ഇതാണ് സെക്കൻഡ് കാറ്റഗറി. ഓക്കെ. തേർഡ് വൺ മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പറയുന്നത് പോസിറ്റീവ് ചാർജസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. നോക്കിയേക്കുക, പോസിറ്റീവ് ചാർജസ് in a sea of delocalized electron. delocalize ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഒരു സീ, കടൽ. ഇലക്ട്രോൺ നിലനിൽക്കുന്ന ഒരു കടലാണ്, അതിനുള്ളിൽ പോസിറ്റീവ് ചാർജസ് ഉണ്ടാവും. അതാണ് മെറ്റാലിക് സോളിഡ്സിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ഇത് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആ പേരിലുണ്ട് ഏതാ? മെറ്റാലിക് ബോണ്ടാണ്. ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടാണ്. എക്സാമ്പിൾ ഏതെങ്കിലും മെറ്റൽസിന്റെ പേരുകൾ Fe അല്ലെങ്കിൽ Ag എക്സെട്ര. ഫിസിക്കൽ നേച്ചറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം മെറ്റൽസ് എല്ലാം ഹാർഡാണ്. പക്ഷെ രണ്ട് പ്രോപ്പർട്ടി പറയുന്നത് ഇവിടെ മാലിയബിളും ഡക്റ്റിലും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റ് ചെയ്ത് അടിച്ചുകൊണ്ട് ഷീറ്റുകളാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്, അതുപോലെ നേരത്തെ കമ്പികളാക്കി മാറ്റാൻ കഴിയും. ആ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. ഇപ്പം ഹാർഡാണ്, പക്ഷേ മാലിയബിളുമാണ് ഡക്റ്റിലുമാണ്. കണ്ടക്ടർ നമുക്കറിയാൻ പറ്റും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് മെറ്റൽസ് എന്ന് പറയുന്നത്. എല്ലാ മെറ്റൽസും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പിന്നെ മെൽറ്റിംഗ് എന്ന് പറയുന്നത് ഫെയർലി ഹൈ ആണ്. നോക്കിയേക്കുക, തേർഡ് കാറ്റഗറി മെറ്റാലിക് സോളിഡ്സ് ആണ്. അവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പറയുന്നത് പോസിറ്റീവ് ചാർജസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്നാണ്. അവിടുത്തെ ബോണ്ട് മെറ്റാലിക് ബോണ്ട് ആണ്. എക്സാമ്പിൾസ് മെറ്റൽ ആണ്. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടി ആകുമ്പോൾ ഹാർഡ് ആണ്, പക്ഷേ മാലിയബിൾ ആൻഡ് ഡക്റ്റിൽ. ദെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കണ്ടക്ടേഴ്സ് ആണ്. അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇതാണ് തേർഡ് കാറ്റഗറി. The last one is called covalent or network solids. Covalent or network solids അറിയപ്പെടുന്നു നാലാമത്തത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ്. അതുപോലെ ബോണ്ട് നമ്മൾ പേരിനകത്ത് ഉണ്ടായിരിക്കും കോവാലന്റ് ബോണ്ടാണ്.
ബോണ്ട് ഫോർമേഷൻ കോവാലന്റ് ആണ്. ഇനി എക്സാമ്പിൾ നമുക്ക് രണ്ടായിട്ട് പഠിക്കാം. ഒന്ന് ഗ്രാഫൈറ്റ്, ഒന്ന് ഡയമണ്ട്. ഗ്രാഫൈറ്റും ഡയമണ്ട് നമുക്കറിയാം രണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഗ്രാഫൈറ്റും ഡയമണ്ടും പക്ഷേ കോവാലന്റ് നെറ്റ്വർക്ക് സോളിഡ്സിനകത്ത് എക്സാമ്പിൾ ആണ്. അപ്പൊ ഗ്രാഫൈറ്റിന്റെ ഫിസിക്കൽ എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, പക്ഷേ ഡയമണ്ട് എന്ന് പറയുന്നത് ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ഗ്രാഫൈൻ എന്ന് പറയുന്നത് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, പക്ഷേ ഡയമണ്ട് എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്. രണ്ടുപേരുടെയും മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. നോക്കുക, fourth category covalent or network solids, constituent particles are atoms, bond formation covalent bond ആണ്. എക്സാമ്പിൾസ് രണ്ട് കാറ്റഗറി ആയിട്ട് പോകുന്നു. ഒന്ന് ഗ്രാഫൈറ്റ്, ഒന്ന് ഡയമണ്ട്. ഗ്രാഫൈറ്റ് ആകുമ്പോൾ സോഫ്റ്റ്, ഡയമണ്ട് ആകുമ്പോൾ ഹാർഡ് ആണ്. ഗ്രാഫൈറ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ഡയമണ്ട് ഇൻസുലേറ്റർ ആണ്. രണ്ടുപേരുടെയും മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറക്കരുത്, പഠിച്ചേക്കാൻ നല്ലതുപോലെ ടെക്സ്റ്റ് ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, പഠിക്കാൻ എളുപ്പമാണ്. ഇത്രയും കോളം മനസ്സിലാക്കുക. അതായത് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ നെയിം വരുന്നത്, കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ്, ബോണ്ടിങ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത്, എക്സാമ്പിൾസ്, അവയുടെ ഫിസിക്കൽ നേച്ചർ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ലാസ്റ്റ് വൺ ഈസ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇതേ ഓർഡറിൽ വളരെ വ്യക്തമായി പഠിച്ചു വെച്ചേക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ് മെൽറ്റ് ചെയ്ത്.